നീ ചിന്തിച്ചു നോക്ക്, അവനെ പോലൊരു പയ്യനെ കെട്ടു. ആലോചിക്കും. സീരിയസ് ആണോ? കല്യാണം കഴിക്കൂ. തമാശക്കാണെങ്കിൽ നമ്മൾ കൂടില്ല കേട്ടോ. അല്ലടാ തമാശക്കല്ല. ഞാൻ സംസാരിച്ചു നോക്കാം. പിന്നെ എടി അശ്വിനെ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ കേട്ടോ. എനിക്ക് ഓൾറെഡി ഒരു ലൈൻ ഉണ്ട്. ഐശ്വര്യ അല്ലയോ? അയ്യേ, ഞാൻ രേവതിയാ. സോറി, ഒരുപാട് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റ് ആക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം നീ ഒരു വട്ടം എന്ന് പറഞ്ഞ് ലൈൻ സെറ്റ് ആക്കി ഇച്ചിരി രണ്ടിലൊന്ന് വേറെ കൊച്ചിനെ പറയാൻ പോയില്ലയോ? എടാ ഇതൊക്കെ എന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഞാനില്ല. കൊച്ചിന്റെ പേരെന്തോ? നോക്കാം. നിനക്കല്ലെങ്കിൽ ഈ സ്നേഹത്തിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ലൈൻ സെറ്റ് ആക്കാൻ വേണ്ടി എങ്ങനെ? ഇപ്പൊ 2 ഡയറി വിളിച്ച് എന്തെങ്കിലും കുറയോ? കുറയും. ലൈൻ സെറ്റ് ആവാനുള്ള ചാൻസ് കുറയും. എടി നിന്റെ അമ്മ ഡോക്ടർ, അച്ഛൻ ഡോക്ടർ. അവൻ ഇപ്പൊ ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് വെസ്റ്റ് മൗണ്ട് സ്റ്റഡി അബ്രോഡ് വഴി വിദേശത്ത് പോയിട്ട് MBBS എടുക്കാൻ വേണ്ടി ഇരിക്കും. നമ്മുടെ ഇന്ത്യയിൽ 5 വർഷത്തേക്ക് 1 കോടി രൂപ, വിദേശത്താണെങ്കിൽ 6 വർഷത്തേക്ക് ഒരു 25 ലക്ഷം രൂപ ആവത്തുള്ളൂ. എടാ ഞാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത്. എടി അതുകൊണ്ട് തീരെക്കാളും കൂടുതൽ അവന് പ്രാക്ടിക്കൽ നോളജ് ആയിരിക്കും കിട്ടുന്നത്. ഇതൊന്നും പോരായിട്ട് നമ്മുടെ WHO, NMC, ECFMG, WF